ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എ ഹെൽത്തി പ്ലേറ്റ് കൺസെപ്റ്റ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് ഷുഗർ രോഗികൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. പലപ്പോഴും ആൾക്കാർ ഒ പിയിൽ വന്ന് അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണാൻ വരുമ്പോൾ ചോദിക്കും, ഡോക്ടർ ഞാൻ ഇങ്ങനെയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഡയറ്റ്, അതായത് നമ്മൾ നാടൻ ഭക്ഷണമാണ് ആൾക്കാർ കൂടുതലും കഴിക്കുക. എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് രാവിലെ കഴിക്കണം, അല്ലെങ്കിൽ രാവിലെ സ്മൂത്തി കുടിക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാം. അവർ കപ്പയും ചോറും നാടൻ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരും അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ അടുത്ത് കൂടുതലും വരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ മാത്രം വളരെ സ്ട്രിക്റ്റായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് കൃത്യമായി ഷുഗർ നോക്കി നല്ല കൺട്രോളിൽ പോകുന്ന ഫ്രീ ഡോക്ടറെയും കാണുകയും ചെയ്യും. പക്ഷേ മിക്കവാറും ഒരു 70 to 80% രോഗികൾ അങ്ങനെയല്ല. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർക്ക് കഴിക്കുകയും വേണം, ഷുഗർ കൺട്രോൾ ആക്കുകയും വേണം. അപ്പം ഡോക്ടർക്ക് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് പലപ്പോഴും ഈ ഡയറ്റ് അനുസരിച്ച് മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. പലപ്പോഴും ഡയറ്റ് നല്ലപോലെ നോക്കുന്ന ആളാണെങ്കിൽ, കലോറി കുറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടർ അവർക്ക് പറ്റിയൊരു നമുക്ക് ഡയറ്റ്, ഒരു ഡയബറ്റിക് ഡയറ്റ് പറഞ്ഞു കൊടുക്കുക, ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ആരുടെയും പറഞ്ഞ് നമുക്ക് ഡയറ്റ് എഴുതി കൊടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പ്രായമുള്ള ആൾക്കാരൊക്കെ ആകുമ്പം അവർക്ക് അവരുടെ ഒരു നാടൻ, അതായത് ചോറും കറികളും അല്ലെങ്കിൽ കപ്പയും അങ്ങനെയുള്ള നാടൻ ഭക്ഷണം കഴിച്ച് ചേണ്ട ജമങ്ങക്കിഴങ്ങ് ട്യൂബേഴ്സ് കഴിച്ച് വരുന്നവരൊക്കെ ഇപ്പോൾ അവർക്കത് മാറ്റാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ പറയും, ഡോക്ടർ ഞങ്ങൾക്ക് പ്രായമായിട്ട് വന്ന ഷുഗറാണ്, നമുക്ക് ഈ ഭക്ഷണം മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പം മരുന്നുകൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കേണ്ട ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് രോഗികൾ ഒരു ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 50 to 55%, 50 to 50% വരെ കാർബോഹൈഡ്രേറ്റ് മതി. ബാക്കി ഒരു 15 to 20% അല്ലെങ്കിൽ ഒരു 20 to 25% വരെ പ്രോട്ടീൻ വേണം. അപ്പോൾ ഒരു 50% കാർബോഹൈഡ്രേറ്റ്, 30% പ്രോട്ടീൻ അല്ലെങ്കിൽ 20% ഫാറ്റ്. ഇതാണ് ഒരു ഹെൽത്തി പ്ലേറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊരു ബാലൻസ് ഡയറ്റാണ് വേണ്ടത്. അപ്പം കാർബോഹൈഡ്രേറ്റ് നമ്മൾ കുറയ്ക്കുന്നത്, അതായത് ചോറ്, കപ്പ, കിഴങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ചിട്ട് ഫൈബർ കണ്ടന്റുള്ള ഫുഡിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെയാണ് ഓട്സ്, മില്ലറ്റ്സ് പെടുന്നതാണ്. നമുക്കറിയാം ഒത്തിരി ടൈപ്പ് മില്ലറ്റ്സ് ഉണ്ട്. റാഗി ഒരു മില്ലറ്റ് ടൈപ്പാണ്. അതിൻ്റെ കുറുക്ക് കഴിക്കുക, അല്ലെങ്കിൽ ഓട്സ് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ പഴങ്ങളാണെങ്കിലും ജ്യൂസായിട്ടല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഷുഗർ കെറ്റിയപ്പോൾ കഴിക്കാൻ പറ്റുന്ന ചെറുപഴങ്ങൾ കഴിക്കുക, റോസ്റ്റാപ്പഴം, പേരയ്ക്ക, പപ്പായ ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. അത് നമ്മൾ പഴങ്ങളായിട്ട് തന്നെ കഴിക്കണം, ജ്യൂസായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ ഫൈബർ ഉണ്ടാവും. ഫൈബർ ആണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരികയില്ല, അപ്പം കലോറി നമുക്ക് കുറയ്ക്കാം. അപ്പം ഫൈബർ റിച്ച് ഫ്രൂട്ട്സ് കഴിക്കുന്നു. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് ചിക്കൻ കഴിക്കാം, മുട്ടയുടെ വെള്ളയൊക്കെ കഴിക്കാം. പിന്നെ പാല് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ പാടം മാറ്റിയിട്ട് ഫാറ്റ് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പം പലപ്പോഴും ഷുഗർ കൊളസ്ട്രോളും കാണും, ഡയബറ്റിക് ഡിസ്ലൈപ്പിയ, ട്രൈഗ്ലിസറൈഡ് കൂടുതലും, HDL നല്ല കൊളസ്ട്രോൾ കുറവായിരിക്കും. അപ്പോൾ അതിനെ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഫാറ്റ് ലിവർ ഉണ്ട്, ഹൈ കൊളസ്ട്രോൾ. അതുകൊണ്ട് നമ്മൾ ഫാറ്റി ഫുഡ് കഴിക്കേണ്ടതല്ല, ഫാറ്റി ഫുഡ് അവർക്ക് ആവശ്യമുണ്ട്, അത് കഴിക്കണം. പക്ഷേ അതിന് സെലക്ഷൻ വളരെ പ്രധാനമാണ്. നമ്മൾ റെഡ് മീറ്റ്, അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഓയിൽസ്, അതായത് നമ്മൾ ഓയിൽ സെലക്ഷൻ ട്രാൻസ്ഫാറ്റ് ഇല്ലാത്ത ഹൈഡ്രോജനൈറ്റ് ഓയിൽസ് അല്ല. പണ്ടൊക്കെയാണ് ഡാൽഡയൊക്കെ നമുക്ക് ഹൈഡ്രോജനൈറ്റ് ഓയിൽസ് എന്ന് പറയും. ട്രാൻസ്ഫാറ്റ് നമുക്ക് ബോഡിക്ക് വേണ്ടാത്ത ഫാറ്റാണ്. അപ്പോൾ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പോലുള്ള ഓയിൽസ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ സോയാബീൻ, ഒലിവ് ഓയിൽ, അപ്പോൾ അങ്ങനെയുള്ള സൺഫ്ലവർ ഓയിൽ, അപ്പോൾ അങ്ങനെയുള്ള ഓയിൽസാണ് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കാൻ. അപ്പം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും നമ്മുടെ നാട്ടിലെ സാധനം, എന്നാലും അതിൻ്റെ അകത്ത് കൂടുതൽ ട്രാൻസ്ഫാറ്റ് ഉണ്ട്. നമുക്ക് അത്രയും ഹെൽത്തി ഓയിലാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓയിൽ കുറയ്ക്കുക, നമ്മൾ റെഡ് മീറ്റ് കുറയ്ക്കുക. പിന്നെ നമ്മൾ ഫാറ്റ് 20% വേണം. പ്രോട്ടീനാണ് പൾസസ്. അപ്പം നോൺ വെജിറ്റേറിയൻസൊക്കെ ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ ധാരാളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ, ചീസ്, ബട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മൾ 50% കാർബോഹൈഡ്രേറ്റ് ഉള്ളൊരു പ്ലേറ്റ്, 30% പ്രോട്ടീൻ, 20% ഫാറ്റും ഉള്ളൊരു പ്ലേറ്റിനാണ് നമുക്ക് ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം മെഡിക്കൽ ന്യൂട്രീഷൻ, അതായത് ഡയബറ്റിക്കാർക്കുള്ള ന്യൂട്രീഷൻ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ് കലോറി കുറഞ്ഞ് ഒരു ഭക്ഷണക്രമമായിരിക്കും. നമുക്ക് 3 തരത്തിലുള്ള കലോറി ഡയറ്റാണ്. നോർമൽ സെൻട്രറി ജോബിന്, അതായത് ഓഫീസ് ജോബിനാണെങ്കിൽ ഒരു 1500 കലോറി മതി. അതാകുമ്പോൾ നമ്മൾ, പക്ഷേ പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് നമ്മുടെ നോർമൽ ഉച്ചയ്ക്ക് ചോറും കറി, രാവിലെ നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുന്നത്, വൈകുന്നേരം ചപ്പാത്തി കഴിക്കുന്നത്, ആ ഒരു ഡയറ്റാകുമ്പോൾ നമ്മൾ 2500 കലോറിയൊക്കെ വരും. പലപ്പോഴും നമ്മളത് കുറച്ച് സെലക്ട് ചെയ്ത് കട്ട് ഷോർട്ട് ചെയ്ത് 1500 പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കലോറിയാകും. അത് ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറയും. വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ 800 കലോറിയിലേക്ക് പോകും. അപ്പോൾ അതിലും നമ്മൾ കുറയ്ക്കേണ്ടി വരും. രാവിലെ നമ്മൾ ഒരു 2 മുട്ടയുടെ വെള്ള, 2 വീറ്റ് ബ്രെഡ്, ഉച്ചയ്ക്ക് നമുക്ക് ഓട്സ് അല്ലെങ്കിൽ 2 ചപ്പാത്തി, വൈകുന്നേരം കുറച്ച് സലാഡ് അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ്,
ഫൈബർ റിച്ച് ഫ്രൂട്ട്സ് കഴിക്കുക. അങ്ങനെ ആകുമ്പോൾ വെരി ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്, ഒരു 800 കലോറിയേ വരുള്ളൂ. പക്ഷേ പലപ്പോഴും മുന്നോട്ട് പോകാൻ പാടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെയിറ്റ് ലോസ് വരും, നമ്മുടെ ഫാറ്റ് ലിവർ മാറും, കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ ഷുഗറും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് നല്ല വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് നല്ല തടിയുണ്ട്, ഒബീസാണ്, നല്ല BP ഉണ്ട്, ഹൈ കൊളസ്ട്രോൾ ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, കാർഡിയാക് റിസ്ക് ഉണ്ട്, കുടുംബപരമായിട്ട് അറ്റാക്ക് ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്. ഇവർക്കൊക്കെ ഈ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി പ്രകാരം പോവുകയാണെങ്കിൽ, കലോറി കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനും കാർഡിയാക് റിസ്ക് ഒഴിവാക്കാനും സാധിക്കും. താങ്ക് യു.